നമസ്കാരം. വാർത്തകൾ ഇതുവരെയിലേക്ക് സ്വാഗതം. മലപ്പുറം പെരുവള്ളൂരിൽ പേവിഷബാധയേറ്റ കുട്ടി മരിച്ചു. പെരുവള്ളൂർ കാക്കത്തടം സ്വദേശി സൽമാനുൽ ഫാരിസിന്റെ മകൾ 5.5 വയസ്സുകാരി സിയ ഫാരിസാണ് മരിച്ചത്. പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും കുട്ടിക്ക് പേവിഷബാധയേറ്റു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പുലർച്ചെ മരിച്ച കുഞ്ഞിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ച് ഖബറടക്കി. റാപ്പർ വേടനെ ചോദ്യം ചെയ്യാൻ വനം വകുപ്പ്. പുലിപ്പല്ല് കൈവശം വെച്ചതിന് ഇന്നലെ കസ്റ്റഡിയിലെടുത്ത വേടനെ കോടനാട്ടെ വനം വകുപ്പിന്റെ ഓഫീസിലെത്തിച്ചു. രാവിലെ റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയി. തമിഴ്നാട്ടിലുള്ള ആരാധകനാണ് പുലിപ്പല്ല് സമ്മാനിച്ചതെന്നാണ് വേടന്റെ മൊഴി. ഉച്ചയ്ക്ക് ശേഷം പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കും. റാപ്പർ വേടൻ ഉൾപ്പെട്ട കഞ്ചാവ് കേസിലെ എഫ്ഐആർ വിവരങ്ങൾ ന്യൂസ് 18. കഞ്ചാവ് വലിക്കുന്നതിനിടെയാണ് വേടനും സംഘവും പിടിയിലായത്. ചാലക്കുടി സ്വദേശി ആഷിക്കിൽ നിന്നാണ് കഞ്ചാവ് വാങ്ങിയത്. കഞ്ചാവ് പൊടിക്കാനുള്ള ക്രഷർ, തൂക്കാനുള്ള ഡിജിറ്റൽ ത്രാസ്, ചുരുട്ടാനുള്ള പേപ്പർ എന്നിവയും പിടിച്ചെടുത്തു. ലഹരി ഉപയോഗവും ഗൂഢാലോചനയും ചുമത്തിയാണ് പോലീസിന്റെ എഫ്ഐആർ. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ബിഗ് ബോസ് ജേതാവ് ജിൻഡോ, സിനിമാ മേഖലയിലെ നിർമ്മാണ സഹായി ജോഷി എന്നിവർ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകും. കഞ്ചാവ് കേസിൽ പിടിയിലായ പ്രതി തസ്ലീമ സുൽത്താനയുമായി ഇരുവർക്കുമുള്ള ഇടപാടുകളിൽ വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്യൽ. ഇന്നലെ വിളിച്ചു വരുത്തിയ നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസ്തി എന്നിവരുമായി ലഹരി ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിലും ആലപ്പുഴയിലെ കഞ്ചാവ് കേസിൽ നിലവിൽ ഇരുവർക്കും ബന്ധമില്ലെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. ഇന്നലെ ചോദ്യം ചെയ്യലിനൊടുവിൽ ഷൈൻ ടോം ചാക്കോയെ തൊടുപുഴയിലെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റിയിരുന്നു. പെഹൽഗാമിലെ ആക്രമണ രംഗം പുനരാവിഷ്കരിച്ച് NIA നിർണായക സാക്ഷിയെ ബൈസണിൽ എത്തിച്ചാണ് തെളിവെടുത്തത്. ആക്രമണം നടക്കുന്ന സമയത്ത് ഇയാൾ ഭീകരർ കാണാതെ മരത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. സാംബ കറ്റ്വ അതിർത്തിയിലൂടെ 1.5 വർഷം മുമ്പാണ് ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയതെന്നാണ് വിവരം. ഇവർ ഇപ്പോൾ അനന്ത്നാഗ് മലനിരകളിൽ ഉണ്ടെന്നാണ് നിഗമനം. തിരുവനന്തപുരം ആറ്റിങ്ങൽ മാമത്ത് സ്വിഫ്റ്റ് ബസ്സിന് തീപിടിച്ചു. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ബസ്സിനാണ് തീപിടുത്തം ഉണ്ടായത്. ബസ്സിൽ 20ഓളം യാത്രക്കാരും ഉണ്ടായിരുന്നു. ആളപായമില്ല. ഷൊർണൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികളെ കണ്ടെത്തി. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കണ്ടെത്തിയത്. 3 പേരും സുരക്ഷിതരെന്ന് പോലീസ് അറിയിച്ചു. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നുമാണ് 3 10ാം ക്ലാസ് വിദ്യാർത്ഥിനികളെ ഇന്നലെ രാവിലെ മുതൽ കാണാതായത്. PV അൻവർ തൃണമൂൽ ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസ് പാളയത്തിൽ എത്തുമെന്ന് സൂചന. കോൺഗ്രസ് നേതൃത്വവുമായി തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നടന്ന കൂടിക്കാഴ്ചയിൽ വിഷയം ചർച്ചയായതായാണ് വിവരം. മലപ്പുറത്ത് നിന്നുള്ള ഒരു വിഭാഗം നേതാക്കളുടെ വിയോജിപ്പ് തുടരുന്നതിനിടെയാണ് അൻവറിനെ പാർട്ടിയിൽ ഉൾപ്പെടുത്താനുള്ള നിർണായക ചർച്ചകൾ രഹസ്യമായി പുരോഗമിക്കുന്നത്. അന്തരിച്ച വിഖ്യാത സംവിധായകനും ഛായാഗ്രഹകനുമായ ഷാജി N കരുണിന് വിട ചൊല്ലാൻ ചലച്ചിത്ര ലോകം. സംസ്കാര ചടങ്ങുകൾ വൈകിട്ട് 4-ന് ശാന്തി കവാടത്തിൽ നടക്കും. രാവിലെ മുതൽ കലാഭവൻ തിയേറ്ററിൽ പൊതുദർശനം. തിരുവനന്തപുരം പോത്തൻകോട് ഗുണ്ടാപ്പകയ്ക്കൊടുവിൽ യുവാവിനെ കൊന്ന് കാൽ വെട്ടിയെറിഞ്ഞ കേസിൽ വിധി ഇന്ന്. മംഗലപുരം സ്വദേശി സുധീഷിനെയാണ് 11 പേരടങ്ങുന്ന സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. നെടുമങ്ങാട് പട്ടികജാതി വർഗ പ്രത്യേക കോടതിയാണ് വിധി പറയുന്നത്. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരിമരുന്ന് കേസിൽ കുടുക്കി. ഒളിവിൽ പോയ മുഖ്യപ്രതി നാരായണദാസിനെ ഇന്ന് നാട്ടിലെത്തിക്കും. ബംഗളൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർ ACP VK രാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്നലെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പ്രതിയുടെ മുൻകൂർ ജാമ്യം സുപ്രീം കോടതി നേരത്തെ തള്ളിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കോട്ടയത്ത്. രാവിലെ മുഖ്യമന്ത്രി പൗരപ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും. 500-ലധികം പ്രത്യേക ക്ഷണിതാക്കളെയാണ് സർക്കാർ ഇതിനായി ക്ഷണിച്ചത്. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേള കോട്ടയം നാഗമ്പടം മൈതാനത്ത് പുരോഗമിക്കുന്നു. ഭൂപതിവ് ചട്ടങ്ങൾ മെയ് മാസത്തിൽ പൂർത്തിയാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ഇടുക്കി ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വീട് വയ്ക്കാനും കൃഷി ആവശ്യത്തിനും പതിച്ചു നൽകിയ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ക്രമവൽക്കരിച്ച് നൽകുകയാണ് നിയമ ഭേദഗതിയുടെ ഉദ്ദേശം.
അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതിന് പിന്നാലെ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ദീപ രാജ്കുമാർ രാജിവെച്ചു. രാജിക്കത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറി. കോൺഗ്രസ് പ്രതിനിധിയായ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ 10 കോൺഗ്രസ് അംഗങ്ങൾ ചേർന്നാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഒരു മാസം മുമ്പ് ഇതേ അംഗങ്ങൾ ദീപ രാജ്കുമാറിന്റെ പേരിൽ വ്യാജ രാജിക്കത്തും കൈമാറിയിരുന്നു. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനുള്ള സാധ്യതയുമുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥ വകുപ്പ്. മനോ തങ്കരാജ് തമിഴ്നാട് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. സുപ്രീം കോടതിയുടെ അന്ത്യശാസനത്തെ തുടർന്ന് സെന്തിൽ ബാലാജിയുടെയും കെ പൊന്മുടിയുടെയും രാജിക്ക് പിന്നാലെയാണ് തങ്കരാജിന്റെ മന്ത്രിസഭാ പ്രവേശനം. കഴിഞ്ഞ 4 വർഷത്തിനിടെ 6ാമത്തെ മന്ത്രിസഭാ പുനഃസംഘടനയാണ് തമിഴ്നാട്ടിൽ നടന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള. കശ്മീർ ഒന്നടങ്കം ഭീകരാക്രമണത്തെ അപലപിക്കുന്നതായി ജമ്മു കശ്മീർ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ഉമർ അബ്ദുള്ള പറഞ്ഞു. ടൂറിസ്റ്റുകളെ കശ്മീരിലേക്ക് ക്ഷണിച്ചത് താനെന്നും എന്നാൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞില്ലെന്നും അതിൽ അതീവ ദുഃഖമുണ്ടെന്നും കശ്മീർ മുഖ്യമന്ത്രി. സുരക്ഷാ വിഷയങ്ങൾ കേന്ദ്രത്തിന്റെ അധികാര പരിധിയിലാണെങ്കിലും കശ്മീരിൽ എത്തുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കുമെന്നും ഉമർ അബ്ദുള്ള. ഇന്ത്യയുമായി സമാധാനം പുനഃസ്ഥാപിക്കാൻ നയതന്ത്ര തലത്തിൽ നടപടികൾ എടുക്കണമെന്ന് പാക് സർക്കാരിനോട് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ്. യുദ്ധസമാനമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിനെ എതിർക്കുന്നവരെന്നും നവാസ് ഷെരീഫ്. ലാഹോറിൽ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി നവാസ് ഷെരീഫ് കൂടിക്കാഴ്ച നടത്തി. സിന്ധു നദീജല ഉടമ്പടി നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം മേഖലയിൽ യുദ്ധത്തിനുള്ള സാധ്യത വർദ്ധിപ്പിച്ചതായി ഷഹബാസ് ഷെരീഫ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ യുദ്ധസമാനമായ സമീപനമെന്ന് പാകിസ്ഥാൻ. പ്രകോപനപരമായ നിലപാടാണ് ഇന്ത്യയിൽ നിന്നുണ്ടാകുന്നതെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ്. സൈന്യം ജാഗരൂകമെന്നും പാക് മന്ത്രി. ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് മെയ് 7 മുതൽ നടക്കും. ഇതിനായുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകി. വത്തിക്കാനിൽ ചേർന്ന കർദിനാൾമാരുടെ യോഗത്തിലാണ് തീരുമാനം. 80 വയസ്സിൽ താഴെയുള്ള 138 കർദിനാൾമാരാണ് വോട്ടെടുപ്പിൽ പങ്കെടുക്കുക. ഇന്ത്യയിൽ നിന്നുള്ള 4 കർദിനാൾമാർ വോട്ടെടുപ്പിൽ പങ്കെടുക്കും. കാനഡയിൽ നിർണായക തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. 343 അംഗ ജനപ്രതിനിധി സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിയും പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടിയും തമ്മിൽ ശക്തമായ പോരാട്ടം. നിലവിലെ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും കൺസർവേറ്റീവ് നേതാവ് പിയറി പോളിവറുമാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന പ്രധാനികൾ. നിലവിൽ മാർക്ക് കാർണി മുന്നിട്ട് നിൽക്കുകയാണ്. യുക്രൈനെതിരെ 3 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച റഷ്യ. മെയ് 8 മുതൽ 10 വരെ വെടിനിർത്തുമെന്ന പ്രഖ്യാപനം 2ാം ലോക മഹായുദ്ധത്തിലെ റഷ്യയുടെ വിജയത്തെ അനുസ്മരിപ്പിക്കുന്ന ആഘോഷം നടക്കുന്നതിനാലാണ് വെടിനിർത്തൽ പ്രഖ്യാപനം. യുക്രൈനിൽ നിന്നും സഹകരണം പ്രതീക്ഷിക്കുന്നതായി റഷ്യ. ഈ വർഷത്തെ ഹജ്ജിനായി ആദ്യ സംഘം തീർത്ഥാടകർ ഇന്ന് സൗദിയിൽ. ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ആദ്യമെത്തുക. ഹൈദരാബാദിൽ നിന്നുള്ള 289 തീർത്ഥാടകരായിരിക്കും ഈ സംഘത്തിൽ ഉണ്ടാകുന്നത്. ഹജ്ജ് ഉംറ മന്ത്രാലയം ഉദ്യോഗസ്ഥരും ഇന്ത്യൻ ഹജ്ജ് മിഷനും ചേർന്ന് തീർത്ഥാടകരെ സ്വീകരിക്കും. കുവൈത്തിൽ 5 കുറ്റവാളികളെ തൂക്കിലേറ്റി. സുലൈബിയ സെൻട്രൽ ജയിലിലാണ് വധശിക്ഷ നടപ്പാക്കിയത്. കൊലപാതക കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരാണ് വധശിക്ഷയ്ക്ക് വിധേയരായത്. ആകെ 8 പേരുടെ വധശിക്ഷ നടപ്പാക്കാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ ബ്ലഡ് മണി സ്വീകരിച്ചതിനെ തുടർന്ന് 2 പേരുടെ വധശിക്ഷയിൽ ഇളവ് നൽകുകയും മറ്റൊരാളുടെ വധശിക്ഷ അവസാന നിമിഷം മാറ്റിവെക്കുകയുമാണ്. ഒമാനിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളുകളിലൊന്നായ മോൾ ഓഫ് മസ്കറ്റ് നടത്തിപ്പ് ചുമതല ലുലു ഗ്രൂപ്പിന്. ഇത് സംബന്ധിച്ച് ദീർഘകാല കരാറ് ലുലു ഗ്രൂപ്പും ഒമാൻ സർക്കാർ സോവറീൻ ഫണ്ടായ തമാനി ഗ്ലോബലും തമ്മിൽ ധാരണയായി. ഒമാനി സമൂഹം സഹിഷ്ണുതയുള്ളവരാണെന്ന് 90.9% പ്രവാസികൾ അഭിപ്രായപ്പെട്ടതായി റിപ്പോർട്ട്. നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ നടത്തിയ 2025 സഹിഷ്ണുതാ സർവേ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. ജനുവരി 13-നും 23-നും ഇടയിലാണ് സർവേ നടത്തിയത്.
തൊഴിൽ സേവനം കാര്യക്ഷമമാക്കാൻ കുവൈത്തിൽ പുതിയ മാൻ പവർ പോർട്ടൽ ആരംഭിച്ചു. നവീകരിച്ച ലേബർ പ്ലാറ്റ്ഫോം ആരംഭിച്ചതായി പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ ആണ് പ്രഖ്യാപിച്ചത്. ഈസിയർ മാൻ പവർ പോർട്ടൽ എന്നാണ് പോർട്ടൽ അറിയപ്പെടുക. വ്യാജ ചെക്ക് കേസ് പരാതിയിൽ ഇരയ്ക്ക് 20 ലക്ഷം റിയാൽ നഷ്ടപരിഹാരം വിധിച്ച് ഖത്തർ കോടതി. ബിസിനസ് പങ്കാളിയാണ് വ്യാജ ചെക്ക് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചത്. ഹജ്ജിന് മുന്നോടിയായി നിയന്ത്രണം കർശനമാക്കിയതോടെ തിരക്കൊഴിഞ്ഞ് മക്ക ഹറം. നിലവിൽ പെർമിറ്റുള്ളവർക്ക് മാത്രമാണ് മക്കയിലേക്ക് പ്രവേശനം. ഉംറ തീർത്ഥാടകർക്ക് തിരിച്ചു പോകാനുള്ള സമയം മറ്റന്നാൾ അവസാനിക്കും. ഈ വർഷത്തെ ആദ്യ ഹജ്ജ് സംഘം ചൊവ്വാഴ്ച എത്തുന്നതോടെ ഹറം വീണ്ടും തിരക്കിലേക്ക് നീങ്ങും. വാർത്തകൾ ഇതുവരെ പൂർണ്ണമാകും.